നമസ്കാരം. ULM കേരള ചാനലിലേക്ക് സ്വാഗതം. ഓൾ കേരള LP-ST റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ 4/2/26 രാവിലെ 10 മണി മുതൽ അനിശ്ചിതകാല റിലേ നിരാഹാര സമരം ആരംഭിച്ചു. ഒപ്പം അവരുടെ സമര ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങിയ നിവേദനം സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. പോകാം സമര ദൃശ്യങ്ങളിലേക്ക്. അതിനു മുൻപ് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പോകാം വീഡിയോയിലേക്ക്. ആ 14 ജില്ലകളിലെയും ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ കുറച്ച് പേരായിട്ട് പ്രതിനിധികൾ എത്തിയിട്ടുള്ളത്. ടോട്ടൽ നമുക്ക് അങ്ങനെ ഒരു കണക്ക് എന്തെങ്കിലും 5000-ഓളം ഉദ്യോഗാർത്ഥികൾ 14 ജില്ലകളിലായിട്ട് റാങ്ക് ലിസ്റ്റിൽ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം അടുത്തയാഴ്ച വരികയാണ്. അപ്പോൾ അതിനകത്ത് നടന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. കാരണം എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്ക് ആശ്വാസ വാർത്ത വന്നു, സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസം വന്നു, ഈവൻ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് വരെ കൂലി കൂട്ടിക്കൊടുത്തുകൊണ്ട് ആശ്വാസം വന്നു. പക്ഷേ ഈ ഉദ്യോഗാർത്ഥികൾക്ക് വരെ ഒന്ന് കണ്ണ് വെക്കാൻ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാൻ സർക്കാർ എന്ത് ചെയ്തില്ല, ഇതുവരെ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ എന്തുകൊണ്ട് കഷ്ടപ്പെട്ട് 4-5 വർഷം കുത്തിയിരുന്ന് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഞങ്ങൾക്ക് ജോലി നിങ്ങൾ എന്തുകൊണ്ട് നിഷേധിക്കുന്നു? എന്തുകൊണ്ട് ജോലിയിൽ പ്രവേശിക്കണമെന്ന സ്വപ്നം കൊണ്ട് 5-6 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് സർക്കാരിന്റെ എല്ലാ പ്രതിനിധികളെയും നമ്മൾ കണ്ടു കഴിഞ്ഞു. അവസാനമാണ് ഈ സമരം എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. അല്ലെങ്കിൽ നമ്മുടെ സമരം എന്ന് പറയുന്ന ഈ അവസ്ഥയിലേക്ക് സർക്കാർ തന്നെയാണ് നമ്മളെ തള്ളിവിട്ടത്. അല്ലാതെ അവർക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. ഈ പറയുന്ന HTV, BRC, SSK പോലുള്ള ഒഴിവുകളിലേക്ക് ഈ പറയുന്ന പുറത്തു പോകുന്ന സംരക്ഷിക്കപ്പെടേണ്ട അധ്യാപകരെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഗവൺമെന്റ് സ്കൂളുകളിലെ ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട റിട്ടയർമെന്റ് ഒഴിവുകളിലേക്ക് നിങ്ങൾ പുറത്തു പോകുന്ന അധ്യാപകരെ സംരക്ഷിക്കുകയും ഞങ്ങൾക്ക് ജോലി നിഷേധിക്കുകയും ചെയ്യുന്നു? ഈ ഒരു അവസ്ഥയെ ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ പുച്ഛിച്ച് കാണുന്നു. ഇത് പൈസയുടെ മാത്രം, പണത്തിന്റെ മാത്രം, പണക്കൊഴുപ്പിന്റെ മാത്രം, ഇതിന് മാത്രം അടിമപ്പെട്ടു പോയ സർക്കാരാണ് എന്ന് ഞങ്ങൾ നിസ്സംശയം പറയേണ്ടി വരും. എയ്ഡഡ് മേഖലയെ നിങ്ങൾ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു? എന്തുകൊണ്ട് കഷ്ടപ്പെട്ട് 5-6 വർഷം പഠിച്ച ഞങ്ങളെ തള്ളിക്കളയുന്നു എന്ന ഈ ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായ മറുപടി പറയണം. എയ്ഡഡ് മേഖലയിൽ കാശ് കൊടുത്ത് കയറുന്ന ആളുകൾ വീടിന്റെ ആധാരം വരെ പണയം വെച്ച് ജോലിയിൽ പ്രവേശിച്ചവരാണ്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് കിടപ്പാടമില്ലാത്ത ഞങ്ങൾ, കിടപ്പാടം പോലും പണയം വെക്കാനില്ലാത്ത ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും മറികടന്ന് ഈ റാങ്ക് ലിസ്റ്റിൽ വരുന്ന സമയത്ത് എന്തുകൊണ്ട് ഞങ്ങളെ പരിഗണിക്കുന്നില്ല? ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി സർക്കാർ നൽകണം. ജോലിയില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒഴിവുകളില്ല, നിങ്ങൾക്ക് ഓപ്പൺ വേക്കൻസി ഉണ്ടോ എന്നാണ് ഈ പറയുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിനിധികളായിക്കോട്ടെ, ഉദ്യോഗസ്ഥരായിക്കോട്ടെ, എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾക്ക് ഓപ്പൺ വേക്കൻസി ഉണ്ടോ? ഞങ്ങളുടെ റിട്ടയർമെന്റ് ഒഴിവുകളിലേക്ക് പുറത്തു പോകുന്ന സംരക്ഷിക്കുന്ന അധ്യാപകരെ അവരെ സംരക്ഷിച്ചോട്ടെ. പക്ഷെ അവരെ സംരക്ഷിക്കേണ്ടത് എയ്ഡഡ് മേഖലയിൽ എങ്ങനെയാണോ നിങ്ങൾ പുനർവിന്യാസം നടത്തുന്നത് അതുപോലെ ഗവൺമെന്റ് സ്കൂളുകളിൽ നടത്തുക. അല്ല, ഗവൺമെന്റ് സ്കൂളുകളിൽ ഒഴിവുകളില്ല, നിങ്ങൾക്ക് വേക്കൻസി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ജോലി തരാൻ കഴിയില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, എയ്ഡഡ് മേഖല PSCക്ക് വിടുക. എയ്ഡഡ് മേഖല ശക്തമായി
പ്രതികരിക്കാൻ തന്നെ തുനിഞ്ഞിറങ്ങിയവരാണ് ഞങ്ങൾ. കണ്ണു തുറക്കൂ സർക്കാരെ, പ്രതീക്ഷിത ഒഴിവുകൾ ഉടൻ റിപ്പോർട്ട് ചെയ്യുക, അപ്രഖ്യാപിത നിയമന നിരോധനം അവസാനിപ്പിക്കുക. ജോലി വേണം ഞങ്ങൾക്ക്, ലിസ്റ്റ് പോരാ ഞങ്ങൾക്ക്. നിയമനം എവിടെ, നിയമനം എവിടെ, നിയമനം എവിടെ സർക്കാരെ? കണ്ണു തുറക്കൂ സർക്കാരെ, ജോലി എവിടെ സർക്കാരെ? ജോലി വേണം ഞങ്ങൾക്ക്, ലിസ്റ്റ് പോരാ ഞങ്ങൾക്ക്. നിയമനം എവിടെ, നിയമനം എവിടെ, നിയമനം എവിടെ സർക്കാരെ? ായിട്ടും ഇന്ന് നിങ്ങളുടെ റാങ്ക് ഹോൾഡേഴ്സിന്റെ ഈ ഒരു വിഷയം ഞങ്ങളിത് കഴിഞ്ഞ ദിവസം UDF-ന്റെ മീറ്റിംഗ് കൂടിയപ്പോൾ പൊതുവായ ഒട്ടനവധി കാര്യങ്ങൾ PSCകൾ നിയമനവുമായൊക്കെയായി ബന്ധപ്പെട്ടും മറ്റ് അനവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇതിനകത്ത് വ്യക്തമായ ഒരു സമീപനം ഇക്കാര്യത്തിൽ UDF എടുക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതിനകത്ത് പറയുന്നത് UDF-ന്റെ പ്രകടനപത്രിക വരുമ്പോൾ ഇത്തരത്തിൽ അവഗണിക്കപ്പെട്ടു പോകുന്ന വ്യക്തികൾ, ജനവിഭാഗങ്ങൾ, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഉചിതമായ സമീപനങ്ങൾ സ്വീകരിക്കാൻ കഴിയുക എന്നത് ഗവൺമെന്റിനോട് ഇനി പറയുന്നതിൽ അർത്ഥമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നമ്പർ 1 പ്രയോറിറ്റിയിൽ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ള ഉദ്യോഗാർത്ഥികളുടെ വിഷയങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കുകയും ചെയ്യും എന്ന് സൂചിപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇന്നിവിടെ നിങ്ങൾ രണ്ടുപേരാണ് നിരാഹാരം ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. സമരത്തിന് പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കടന്നു വന്ന നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് ബന്ധപ്പെട്ട അധികൃതരുടെ കണ്ണു തുറപ്പിക്കുവാൻ ഇടയാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങൾ നിങ്ങളുടെ റിലേ സമരത്തിന് അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.